അപ്പോൾ ഗൈസ് ഇനി മയോണൈസ് ഇടാം. നമ്മളിങ്ങനെ സ്പൂണിലിടുന്നതുകൊണ്ട് എല്ലായിടത്തോട്ടും എത്തണമെങ്കിൽ നമ്മൾ ജസ്റ്റ് കൈ കൊണ്ട് തിരുമണ്ടി വരും. അത് ഞാൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് മറ്റേ പാക്കറ്റാണെങ്കിൽ അത് കുഴപ്പമുണ്ടാവില്ല കേട്ടോ. നല്ല രീതിയിൽ മയോണൈസ് ഇട്ട് കൊടുക്കണേ, അല്ലെങ്കിൽ ടേസ്റ്റ് കിട്ടും. സോ ഇത്ര ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് ടൊമാറ്റോ സോസ് വയ്ക്കാം. അതും മിനിമലായിട്ട് ഒഴിക്കാൻ പാടുള്ളൂ. അധികം ഒഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര അതിൻ്റെ കുത്ത് നിൽക്കും. അതും ഇപ്പോൾ കുറച്ച് ഇടുന്നുള്ള. ഇനി ഫ്രഞ്ച് ഫ്രൈസ് ഇടാം. ഫ്രഞ്ച് ഫ്രൈസ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇടുന്നത് കേട്ടോ. ഇത്രയും ഫ്രഞ്ച് ഫ്രൈസാണ് എടുത്തിട്ടുള്ളത്. ഫുള്ളായിട്ട് അതിനകത്തോട്ട് ഇട്ട് വെക്കാം. പിന്നെ അത് ചീസും കൂടി ഇടണം, അത് ലാസ്റ്റാണ്. ഇനി ഒന്നും കൂടി നമുക്ക് മയോണൈസൊക്കെ ഇട്ട് കൊടുക്കാം. കാരണം എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്യുമ്പോൾ സോസ് പിന്നെയും തികയാണ്ട് വരും. സോ ഒന്നും കൂടി മയോണൈസ് ഇട്ട് കൊടുക്കാനുണ്ട്. ഇനി ടൊമാറ്റോ സോസ്. അപ്പോൾ ഗൈസ് ഇനി നമുക്ക് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ കുറച്ച് ചീസും കൂടി ഇടണം കേട്ടോ. 2 സ്ലൈസ് ചീസ് ഇടുന്നുള്ളൂ. അങ്ങോട്ട് വെച്ചെടുക്കും. അപ്പോൾ ഗൈസ് ഇതാ നമ്മൾ 2 സ്ലൈസ് ചീസും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി ഒന്ന് ജസ്റ്റ് ഓണി കയറ്റി ഒരു 30 സെക്കൻഡ്സ് വെച്ചിട്ട് ഈ ചീസൊന്ന് അരിച്ചെടുക്കാം. So guys 30 സെക്കൻഡ്സ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചീസൊക്കെ ശരിക്കും വലിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്കിത് കഴിച്ചു നോക്കാം. സോ ഗൈസ് ഇന്ന് നമുക്ക് മമ്മൂനെ ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. നല്ല കിടിലാണോ? അതിന് വായിൽ വെച്ചിട്ട് വർത്താനം പറയാൻ പറ്റുള്ള ഗൈസ്. നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ. കഴിഞ്ഞ പ്രാവശ്യം നല്ല ജ്യൂസിയാണ്. അപ്പോൾ ഗൈസ് ഇനി അടുത്ത സംഭവമായിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ വരും. ബൈ.